പരിശുദ്ധ നാമം ഈ സമയത്തും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയ മുഖാന്തരം നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം പരിശുദ്ധനായ ദൈവം അടിയന്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ചിന്താ വിഷയം, എവിടെയെല്ലാമാണ് വിടുതൽ പ്രാപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചില വാക്കുകൾ വേദപുസ്തകം അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. അതിനാധാരമായിട്ട് ഒരു ഭാഗം വായിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യമാണ് വായിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ഞങ്ങൾ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ദുഷ്ടങ്കൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്താണ് ഈ ദുഷ്ടത? നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന ഒരു ഭാഗമാണ്. ദുഷ്ടത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും വിരുദ്ധമായി ചെയ്യപ്പെടുന്ന എല്ലാ പ്രവർത്തികളും, മനസാക്ഷിക്ക് വിരുദ്ധമായി ചെയ്യപ്പെടുന്ന എല്ലാ പ്രവർത്തികളും ദുഷ്ടതയാണ്. അപ്പോൾ ദുഷ്ടതയിൽ നിന്നും എന്നെ വിടുവിക്കണമേ. നമുക്കറിയാം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം തന്നെ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എന്നെ നടത്താതെയും. അപ്പൊ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും നമുക്ക് ഒരു വിടുതൽ ആവശ്യമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. അടുത്ത സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയപ്പെടുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി, എൻ്റെ സകല ഭയത്തിൽ നിന്നും എന്നെ വിടുവിച്ചു. അവിടെ പറയുന്നത് ഒന്നാമത് ദുഷ്ടതയിൽ നിന്നും എന്നെ വിടുവിക്കണം. രണ്ടാമത് നമുക്ക് ആവശ്യമാകേണ്ട വിടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഭയത്തിൽ നിന്നും, സകല ഭയത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്ന് സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയുകയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ദാവീദ് അബീമേലെക്കിന്റെ രാജ്യത്ത് ചെന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൻ ഒരു തന്ത്രം കാണിക്കുവാനായിട്ട് ഇടയായി. നമുക്കറിയാം, ബുദ്ധിഭ്രമം നടിച്ച് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുവാനിടയായി. അവൻ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം, കർത്താവേ, എന്റെ സകല ഭയത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. നിങ്ങളുടെ ജീവിതത്തിലൊന്ന് ചിന്തിച്ചു നോക്കണം പ്രിയരെ. നിങ്ങൾക്കും ചില ഭാഗങ്ങളിൽ ഭയങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ റിക്കവർ ആകാൻ കഴിയാതെ, ഒന്ന് സന്തോഷിക്കുവാൻ കഴിയാതെ, ഒന്ന് സമാധാനത്തോടെ ഇരിക്കുവാൻ കഴിയാതെ ചില ഭാഗങ്ങളിൽ നമുക്ക് ഭയമുണ്ട്. ചിലപ്പോൾ ചിലരുടെ വാക്കുകളായിരിക്കാം, ചിലപ്പോൾ ചിലരുടെ പ്രവൃത്തികളായിരിക്കാം, ചിലപ്പോൾ ചില ചിന്തകളായിരിക്കാം, ചിലപ്പം ചില രോഗങ്ങളിലായിരിക്കാം. അങ്ങനെ പല ഭയങ്ങളും ഇന്ന് ലോകത്തിനകത്തുണ്ട്. അതിൽ ഏതോ ഒരു ഭയത്തിൽ നിങ്ങൾ ഒരുപക്ഷെ അകപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മ പറയുകയാണ്, നമ്മൾ ആ ഭയത്തിൽ നിന്നും ഒരു വിടുതൽ പ്രാപിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അടുത്ത് ഈ സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, എൻ്റെ സകല കഷ്ടത്തിൽ നിന്നും അവരെ വിടുവിച്ചു. അടുത്ത് നമ്മുടെ കഷ്ടതയിൽ നിന്നും ദൈവത്തിന്റെ വിടുതൽ ആവശ്യമാണ്. നമ്മൾ ഒത്തിരി ഘട്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഒത്തിരി പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോൾ അതിൽ നിന്നും ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ് എന്ന് ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മളൊരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് സമാധാനം നിലനിൽക്കുവാനായിട്ടിടയാവും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എന്താണ് ദൈവം? എന്തിനാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്? ദൈവത്തെ ആരാധിക്കുന്നതിന് കാരണം നമുക്ക് ഭയമുണ്ടാവാൻ പാടില്ല, സമാധാനമുണ്ടാകണം, സന്തോഷമുണ്ടാകണം, സമൃദ്ധി ഉണ്ടാകണം. ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ച് ദൈവത്തിന്റെ സന്നിധി ചെല്ലുന്നത്, ശരിയല്ലേ?
അപ്പോൾ ഇവ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നാം അതിനെക്കുറിച്ച് അന്വേഷിക്കണം. വേദപുസ്തകത്തിൽ ചില ഭാഗങ്ങളിൽ നമ്മൾ വിടുതൽ പ്രാപിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് പരിശുദ്ധാത്മാവ് വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്ത ഒരു രണ്ട് മൂന്ന് ഭാഗം വായിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു. 2 തെസ്സലോനിക്കർ എഴുതിയ ലേഖന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. 2 തെസ്സലോനിക്കർ എഴുതിയ ലേഖന പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുകയാണ്. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അടുത്ത് ഇവിടെ പറയപ്പെടുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ദുഷ്ടന്റെ കയ്യിൽ നിന്നും. നമ്മൾ ആദ്യം പറഞ്ഞു ദുഷ്ടതയിൽ നിന്നും എന്നെ വിടുവിക്കണം. അടുത്ത് പറയുകയാണ് ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. നമ്മുടെ ദേശത്തിനകത്ത് ഒത്തിരി ദുഷ്ടന്മാരുണ്ടാകാം, നമ്മുടെ പരിസരത്തൊക്കെ ഒത്തിരി ദുഷ്ടന്മാരുണ്ടാകാം. ഇവയിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നു. ചില വ്യക്തികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവർ പറയുന്നത് കേൾക്കാനേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മ പറയുന്നത് ഒരു വ്യക്തി പറയുന്നത് ദുഷ്ടതയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും വിടുതൽ പ്രാപിക്കണം എന്ന് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നാൾ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. രോഗം മാറണം, ഭാരം മാറണം, കടബാധ്യത മാറണം എന്നത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും വിടുതൽ പ്രാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ താല്പര്യപ്പെടണം. അടുത്ത് കൊലോസ്യരുടെ ലേഖന പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ഇരുട്ടിൽ നിന്നും വിടുവിക്കണമേ എന്ന് പറഞ്ഞ് അവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കണം. കൊലോസ്യരുടെ ലേഖന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം: നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ വളരെയധികം ചിന്തിക്കണം. ഇവിടെ പറയപ്പെടുന്ന ഭാഗം ഇങ്ങനെയാണ്: ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഈ ഇരുട്ടിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ടിന്റെ അധികാരം എന്ന് പറയുമ്പോൾ പിശാചിന്റെ അധികാരം, ഇരുട്ടത്ത് പതിയിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ. പലർക്കും രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുവാൻ ഭയക്കുന്ന പല വ്യക്തികളെയും നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ഇവയിൽ നിന്നും നമുക്കൊരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. ഈ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ നമുക്ക് ഏറ്റവും അധികം ആവശ്യമാണ്. ഇരുട്ട് എന്ന വാക്കിനെ കുറിച്ച് വേദപുസ്തകം ചിന്തിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അസത്യം പ്രവർത്തിക്കുന്നവർ മാത്രമേ ഇരുട്ട് ആഗ്രഹിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അസത്യത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും അതിൻ്റെ അധികാരത്തിൽ നിന്നും ഒരു രക്ഷ നമുക്ക് ആവശ്യമാണ്. അതിൽ നിന്നൊരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. ഈ നാളുകളിൽ ദൈവത്തിന്റെ വചനം ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം ഇതാണ്: ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്: കർത്താവേ, എനിക്ക് ആ കാര്യം വേണം. ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ശരീരസുഖത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഈ നാളുകളിൽ കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ദുഷ്ടതയിൽ നിന്നും നമ്മളെ വിടുവിക്കണം. ഈ ദുഷ്ടത നമ്മിലേക്ക് പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ദുഷ്ടതയിൽ നിന്നും എന്നെ വിടുവിക്കണമേ. അതിന് ആധാരമായിട്ട് ഞാനൊരു ചരിത്രം പറയാം. നമുക്കറിയാം, സക്കായി യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പിൽ അവന് ദുഷ്ടതയുണ്ട്. യേശുവിനെ അറിഞ്ഞപ്പോൾ തന്നെ അവന് മനസ്സിലായി അവന്റെ ജീവിതത്തിൽ ഈ സ്വഭാവം പാടില്ല. അവനുടനെ പറയുകയാണ്: ഞാൻ ചതുവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ മടക്കിത്തരാം എന്ന് പറഞ്ഞ് അവൻ ആ ദുഷ്ടതയിൽ നിന്നും ഒരു വിടുതൽ ദൈവത്തിന്റെ സന്നിധി അപേക്ഷിക്കുകയാണ്. അടുത്ത നമ്മൾ കണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ ഭയത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കണമെന്ന്. പലരും രോഗത്താൽ ഭയക്കുന്നവരുണ്ട്, ചില വ്യക്തികളുടെ വാക്കുകളിൽ ഭയക്കുന്നവരുണ്ട്,
വീട്ടിനകത്ത് പോലും ഭാര്യ ഭർത്താവായാലും ശരി, മക്കൾ തമ്മിലായാലും ശരി ഭയക്കുന്നവരുണ്ട്. ഭയമുണ്ടെങ്കിൽ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അനുഭവിക്കുവാൻ കഴിയും? സമാധാനം എങ്ങനെ അനുഭവിക്കുവാൻ കഴിയും? ദൈവം എന്തിനു വേണ്ടിയാണ് കാൽവരി മരക്കുരിശ് നമുക്ക് വേണ്ടി മരിക്കുവാനായി തന്റെ ഏകജാതനെ അയച്ചത്? നമ്മുടെ ജീവിതത്തിനകത്ത് പാപത്തിന്റെ അടിമയിൽ നിന്ന് വീണ്ടും പാപത്തിന്റെ അടിമയിലേക്ക് പോകുവാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഗലാത്യരുടെ ലേഖന പുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം എങ്ങനെയാണ്? ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതായ സന്തോഷം. ഒരുപക്ഷെ നമുക്ക് പാരമ്പര്യം പറയാൻ ഒത്തിരി വർഷം ആത്മീയ കോളത്തിൽ വന്നതിന്റെ വർഷങ്ങൾ പറയാൻ നമുക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ നമ്മുടെ മനസ്സിനകത്ത് യഥാർത്ഥമായ ഒരു സന്തോഷം, സമാധാനം, ഒരു സമൃദ്ധി നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ എവിടെയൊക്കെയോ നമ്മൾ ഭയക്കുന്നുണ്ട്. എവിടെയൊക്കെയോ നമ്മൾ ഭയക്കുന്നുണ്ട് എന്നൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ആ ഭയമാണ് നമ്മിൽ നിന്ന് മാറേണ്ടത്. ഭയത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, പുത്രത്വത്തിന്റെ ആത്മാവ്. എന്തുകൊണ്ടാണ് ആ പുത്രത്വത്തിന്റെ ആത്മാവിന് എന്ന് പറയുന്നത്? പിതാവായിരിക്കുന്ന കർത്താവിന്, പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ കീഴിൽ നിൽക്കുന്ന വ്യക്തിയാണ് മകൻ. പിതാവിന് എന്ത് അധികാരമുണ്ട് അതേപോലെ മകനും അധികാരമുണ്ട്. അപ്പം പിതാവിന്റെ മകനായിരിക്കുന്ന പുത്രനും എന്തും ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭയത്തിന്റെ ആത്മാവിനെയല്ല, ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞ് ഒതുക്കുന്ന ആത്മാവിനെയല്ല, പുത്രത്വത്തിന്റെ ആത്മാവ്. ദൈവമക്കളെന്ന അധികാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഈ ദൈവമക്കളാകുവാൻ അധികാരം പ്രാപിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ പലപ്പോഴും ഇരുട്ടിന്റെ അധികാരത്തിൽ ഭയക്കുന്നുണ്ട്. അപ്പൊ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമുക്ക് ഭയക്കണം. അതിൽ നിന്നും ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. ഇരുട്ടിന്റെ അധികാരമായ അസത്യം, ഇരുട്ടിന്റെ പ്രവൃത്തിയാകുന്ന ചില പ്രവൃത്തികൾ, ആരും കാണാതെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമുക്കുണ്ട്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്. സത്യസന്ധത എന്ന് പറയുന്ന ഒരു അനുഭവം അത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. സത്യസന്ധതയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതൊരു രീതികളിലും ഭയക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മൾ വിടുതൽ അനുഭവിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അടുത്ത് ദാവീദ് പറയുന്ന സകല കഷ്ടത്തിൽ നിന്നും എന്നെ വിടുവിക്കണം. സകല കഷ്ടങ്ങളും സകല പ്രയാസങ്ങളും ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞ അന്ന് മുതൽ നമ്മൾ കഷ്ടത അനുഭവിക്കുന്നു. ആ കഷ്ടതയിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഈ നാളുകളിൽ ഇവയിലൊക്കെ നമുക്ക് വിടുതലുണ്ടെങ്കിൽ, ഒന്ന് ദുഷ്ടതയിൽ നിന്ന് വിടുതലുണ്ടെങ്കിൽ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും വിടുതലുണ്ടെങ്കിൽ, ഭയത്തിൽ നിന്നും വിടുതലുണ്ടെങ്കിൽ, സകല കഷ്ടതയിൽ നിന്ന് വിടുതലുണ്ടെങ്കിൽ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമുക്ക് വിടുതലുണ്ടെങ്കിൽ നമ്മുടെ സമാധാനം ആർക്കും എടുത്തുകൊണ്ട് പോകുവാൻ പറ്റത്തില്ല. നമുക്ക് സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയും. ഈ നാളുകളിൽ പല വീടുകളിലും ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും അവർ പലരും ഇന്ന് ചില വിഷയങ്ങളിൽ ഭയപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കാതെ ശരിയല്ലേ? എന്തുകൊണ്ട് നമ്മൾ ഭയക്കുന്നു? ചില വ്യക്തികളെ കണ്ട് ഭയക്കുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ, നമ്മൾ ഭയക്കേണ്ടവരല്ല. നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി പ്രകാശിക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ എങ്ങനെ നമ്മുടെ വീട്ടിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനുണ്ടാകും? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ നേരെയാകണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സന്തോഷമില്ല. അവർ ഭയക്കുകയാണ്. ഭയത്തിൽ നിന്നൊരു വിടുതൽ വരട്ടെ, ദുഷ്ടതയിൽ നിന്നൊരു വിടുതൽ വരട്ടെ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നൊരു വിടുതൽ വരട്ടെ. അങ്ങനെ നമുക്കൊരു വിടുതൽ അനുഭവിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്കറിയാം, ദാവീദിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് അറിയുവാനായിട്ട് കഴിയും. ദാവീദിന്റെ നിലപാടെന്താണ്? ദാവീദിന്റെ മേൽ അഭിഷേകം വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ ആദ്യം സംഭവിച്ചത് പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം അവന് ലഭിച്ചു. അതാണ് സിംഹത്തിന്റെ വായ എന്ത് ചെയ്ത് വലിച്ച് കീറുവാനായിട്ടിടെ. നമുക്കങ്ങനെ കഴിയുന്നുണ്ടോ?
പലപ്പോഴും പൈശാചിക പ്രവൃത്തികളെ കാണുമ്പോൾ ഭയമാണ്. പലർക്കും ശാപത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഭയമാണ്. പരിശുദ്ധാത്മ പറയുന്നത് ഭയത്തിൽ നിന്നൊരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ദൈവവചനം അനുസരിക്കുന്നവരല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഭയം ഉണ്ടാകരുത്. അതിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ നമ്മൾ പ്രാപിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം ശക്തിയോടുകൂടെ വിളിച്ചു പറയുകയാണ്. ഞാൻ 5 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. 5 കാര്യങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നമ്മൾ പറയുവാനായിട്ടിടയായി. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം ശോഭിക്കും. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നിലനിൽക്കും. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിലൊന്ന് ചിന്തിച്ചു നോക്ക്. എത്ര പേരുടെ വീട്ടിനകത്താണ് സമാധാനം നിലനിൽക്കുന്നത്? ഏതോ ഒരു ഉത്സവം വരുമ്പോൾ, ഏതോ ഒരു സന്തോഷ ദിനം വരുമ്പോൾ സന്തോഷം വരുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ ആകുകയാണ്. വീണ്ടും പഴയതുപോലെ നിരാശയാകുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ വിടുതൽ പ്രാപിക്കേണ്ടടുത്ത് നമ്മൾ വിടുതൽ പ്രാപിക്കുന്നില്ല. നമുക്ക് പണം വേണം, ഭൗതികമായ നന്മകൾ വേണം, ജോലി വേണം, രോഗം മാറണം എന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. ശരിയാണ്, അത് നല്ല കാര്യമാണ്. പക്ഷേ അതിലുപരി വിടുതൽ പ്രാപിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. വിടുതൽ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നമ്മൾ അതിനുവേണ്ടി ഉത്സാഹിക്കണം. അതിനാണ് ഞാൻ നേരത്തെ സക്കായുടെ വിഷയം പറഞ്ഞത്. സക്കായുടെ മനസ്സിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നിൽ സ്പർശിച്ചപ്പോൾ, അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ യേശു കർത്താവ് വന്നപ്പോൾ തന്നെ തൻ്റെ മനസ്സിലൊരു മാറ്റമുണ്ടായി. ഉടനെ അവന്റെ ചിന്തയ്ക്കും അവന് മാറ്റമുണ്ടായി. ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് വേണ്ട. നമ്മൾ അങ്ങനെ പറയും, കർത്താവേ എനിക്കിനി ഇന്ന ദുഷ്ടത വേണ്ട, എനിക്കിനി ഇരുട്ടിന്റെ അധികാരങ്ങൾ, ഇരുട്ടിന്റെ പ്രവർത്തികൾ എനിക്കിനി വേണ്ട, ഇനി ഞാൻ അവരെ ഭയക്കത്തില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുവാൻ തയ്യാറാകണം. അങ്ങനെ ചെയ്യുമെങ്കിൽ ഈ നാളുകളിൽ നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവം കാൽവരി മരക്കുരിശ് നമുക്ക് ദാനമായി നൽകപ്പെട്ടിരിക്കുന്ന ആ സ്വാതന്ത്ര്യവും സമാധാനവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അത് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാനായിട്ടിടയാകും എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നതിന് മുമ്പിൽ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങളുടെ ജീവിതം സുഭിക്ഷമാകണമെങ്കിൽ വിടുതൽ പ്രാപിക്കേണ്ട സ്ഥാനങ്ങളിൽ നമ്മൾ വിടുതൽ പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. അങ്ങനെ നമ്മൾ വിടുതൽ പ്രാപിക്കാമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളെ തടസ്സം ചെയ്യാൻ, നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും, ഒരു മനുഷ്യ ശക്തിക്കും, ഒരു അധികാരത്തിനും കഴിയത്തില്ല എന്നത് വളരെ സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കട്ടെ. നിശ്ചയമായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, സന്തോഷിക്കും, സമാധാനത്തിൽ നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.